ഗൈസ്, നമ്മുടെ പാലു ഇതാ വരുന്നുണ്ട്. പാലു എന്ന് പറയുന്നത് അവന് ഷോർട്ട് ഫോം വെച്ചിട്ട് പറയുന്ന കേട്ടോ. അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഇതേ ലോക്കോ തന്നെയായിരിക്കും നമ്മൾ തിരിച്ചും കൊണ്ടുവരുന്നത്. മിക്കവാറും ഇവൻ തന്നെയായിരിക്കും. തിരിച്ചുള്ള യാത്രയാണ് സസ്പെൻസ് ഗൈസ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വരും മഴ സമയത്താണ് നമ്മുടെ യാത്ര. ഇന്ന് മഴ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. അതും കൂടി ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ഈ വണ്ടിയിൽ പോകുന്നത്. ഇപ്പം നമ്മൾ തൽക്കാലം ജനറലിലാണ് പോകുന്നത്, റിസർവ്ഡിലല്ല. അങ്ങോട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് സിറ്റിങ്ങിലാണ്, ഇങ്ങോട്ട് വരുന്നത് സ്ലീപ്പറിലാണ്. വേണമെങ്കിൽ നോർത്ത് വരെ പോവാം. പക്ഷേ ഇത് അവിടെ ചെല്ലുമ്പോൾ ലേറ്റാവും. അതുകൊണ്ട് ചിലപ്പോൾ കണക്ഷൻ ട്രെയിനൊക്കെ മിസ്സാവും. അതുകൊണ്ടാണ് നമ്മൾ ഇരിഞ്ഞാലക്കുട വരെ ഷോർട്ട് ടർമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ യാത്ര. അപ്പോൾ അതാ നമ്മുടെ വണ്ടി കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. എനിക്ക് തോന്നണം അധികം ഇത് വലിക്കില്ലെന്നും ഗൈസ്. നമുക്ക് 2 വണ്ടികളെ കിട്ടിയല്ലോ, ചാലക്കുടി സ്കിപ്പ് ചെയ്യുന്ന 2 വണ്ടികൾ. അതിലൊന്ന് ഈ വണ്ടിയും ഒന്ന് പിന്നെ നമ്മുടെ ഗുരുവായൂരും മധുര ഗുരുവായൂരുമാണ് ചാലക്കുടി സ്കിപ്പ് അടിക്കുന്ന വണ്ടികൾ. ഈ 2 വണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ചാലക്കുടി സ്കിപ്പ് അടിക്കുന്നത്. ഇതിലൊരു തേർഡ് AC കൂടി വന്നാൽ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ. പക്ഷെ തേർഡ് AC കൊണ്ട് കാര്യമില്ല, കാരണം നല്ല റഷ് വരും വണ്ടിയിൽ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇന്നെങ്ങനെയാണെന്ന് അറിയില്ല. സാധാരണ രീതിയിൽ നല്ല തിരക്കാവാറാണ് പതിവ്. വണ്ടി തോന്നുന്നത് അധികം ഇതൊക്കെ ഭാവിയിൽ നീട്ടുന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും, പക്ഷേ എന്തായാലും ഇത് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന വണ്ടിയല്ലേ. പണ്ട് ഇതൊരു ജനറൽ മാത്രം വെച്ച് ഓടിയിരുന്ന വണ്ടിയത്. പിന്നീട് സ്ലീപ്പർ ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഇതിലോട്ട്, ആ S6 വരെ. എന്തായാലും നമ്മൾ ഈ വണ്ടിയിൽ സ്ലീപ്പറിലാണ് പോകുന്നത്. സ്ലീപ്പർ വലിയ തിരക്കൊന്നുമില്ല. ഇല്ല, പൊതുവെ ജനറലിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. മറ്റേ ഗോരഖ്പൂർ രക്തസാഗർ വരുന്നുണ്ട്. അപ്പുറം കണ്ട S1 വരെയാണ്. S1 കഴിഞ്ഞാൽ പിന്നെ റിസോർട്ട്. വലിയ തിരക്കൊന്നുമില്ല കാര്യം. ബാക്ക് കോച്ചിലിരിക്കും, ഏറ്റവും ബാക്ക്. ആ കൊച്ചിലിരിക്കുക, ആ കൊച്ച് അതിലിരിക്കുക. ഹലോ ഗൈസ്, വരുന്നത് നമ്മുടെ ഗോരഖ്പൂർ തിരുവനന്തപുരം രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റാണ്. നമ്മുടെ വണ്ടി ഇരിഞ്ഞാലക്കുട നിൽക്കുവാണ്. മിക്കവാറും ഓവർടേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. 2 ഓവർടേക്ക് വരാനുണ്ട്. ഒന്ന് നമ്മുടെ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ്, ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെയും പിന്നെ നമ്മുടെ ജൻശതാബ്ദിയുടെയും. കിട്ടുമെന്ന് നോക്കാം നമുക്ക്. വലിയ തിരക്കൊന്നുമില്ല കാര്യമായിട്ട്. അടിപൊളി യാത്രയാണ് പാലക്കാട് വരെ. അടിച്ചു പൊളിച്ച് കിടന്നുറങ്ങി വേണമെങ്കിൽ പോവാം. രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് ഇതാ കയറി വരുന്നു. വണ്ടി എടുക്കുകയാണെന്നൊരു സംശയം കേട്ടോ. അല്ലാതെ ഇതിൻ്റെ ട്രെയിനിൻ്റെ സൗണ്ടാണ്. രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നോയാപുരത്തിൻ്റെ വണ്ടി. സിറ്റിങ് എവിടെയെങ്കിലും കണ്ടുപരിചയമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഏത് കോച്ചിൽ ഏത്
ട്രെയിനിൻ്റെ കോച്ചാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു വേണാടിൻ്റെ കോച്ച് തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ പണ്ട് പല വണ്ടികൾക്കും നമ്മുടെ പഴയ വേണാടിൻ്റെ കോച്ചുകൾ സ്പ്ലിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പണ്ട് ഒരുപാട് യാത്ര ചെയ്ത വണ്ടിയും കൂടിയാണ് വേണാട്. അപ്പോൾ ആ ഒരു കോച്ചാണ് ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്നത്. കണ്ടോ, ഈ സീറ്റും ഈ ഡോറൊക്കെ കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്, പണ്ടത്തെ നമ്മുടെ വേണാടിൻ്റെ ഒരു ഛായ തോന്നുന്നുണ്ട്. കണ്ടോ, വേണാടിന് ഇനി വരുന്നുണ്ട്. അപ്പം ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് അടിക്കും. ഇരിഞ്ഞാലക്കുട കാര്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ സിഗ്നൽ ഗ്രീനായി. നമ്മുടെ എറണാകുളം ജംഗ്ഷൻ KSR ബാംഗ്ലൂരു 163-78 ഇൻ്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പാലരുവി എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിക്കും. എനിക്ക് തോന്നുന്നു ജനശതാബ്ദിയുടെ ഓവർടേക്ക് കിട്ടുമോ എന്താണെന്ന് അറിയില്ല. കാരണം ജനശതാബ്ദി ഇപ്പോൾ ആലുവയ്ക്ക് കുറേ മുമ്പിലാണ്. അപ്പം സംശയമാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഇൻ്റർസിറ്റിയുടെ ഉറപ്പായി കഴിഞ്ഞു. ഈ കോച്ചാണ് ഞാൻ ഒന്നും കൂടി കാണിക്കുമോ. കണ്ടോ, ഈ LED ഡിസ്പ്ലേ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കമൻ്റ് അടിക്കുക. നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരും. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാലുവിനെ ഇവിടെ കയറ്റിയത്. പാലുവിനെ എന്തായാലും എന്താ ഒരാളെ അടിക്കുള്ളൂ. ഇതേ കയറി വരുന്നു നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്, കേരളത്തിൻ്റെ ഗതിമാൻ എക്സ്പ്രസ് ഇതാ കടന്നു വരുന്നു. ഗതിമാൻ നമ്മുടെ ഗതിമാൻ എക്സ്പ്രസ് കടന്നു പോയിരിക്കുന്നു. ക്യൂർ സിഗ്നൽ കിട്ടുമെന്ന് വിചാരിക്കുക നമ്മുടെ വണ്ടിക്ക് കേട്ടോ. നമ്മുടെ ഗതിമാൻ എക്സ്പ്രസ് ഇപ്പോഴും ഗതിമാൻ എക്സ്പ്രസ് എന്നുള്ളൊരു പേര് ഈ വണ്ടിക്ക് പോയിട്ടില്ല. അത്രയും പ്രയോറിറ്റിയാണ് ഈ വണ്ടിക്ക് എക്സ്പ്രസ്സായിട്ട് കൂടി. ഓക്കെ, ഇതാവും പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി അടുത്ത് ജനശതാബ്ദി കുറച്ച് പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ വീണ്ടും പാലരുവി എക്സ്പ്രസ്സിൽ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ ഈ ജർക്കിങ് കേട്ടിട്ട് എനിക്ക് പണ്ടത്തെ കോച്ചാണ് എനിക്ക് നല്ല കുറച്ച് പണ്ട് നമ്മുടെ വേണാടിനും ഇൻ്റർസിറ്റിക്കൊക്കെ ഓടിയ കോച്ചാണെന്നും എനിക്ക് സംശയമാണ്. പകൽ വെയിലത്ത് പ്രത്യേക ഭംഗി നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ പാലരുവിയും LHB ആവാൻ ഉണ്ട്. ഈ വണ്ടിക്ക് റേസ് ഷെയറിംഗ് ഒന്നുമില്ല, നിലവിലൊന്നും റേസ് ഷെയറിംഗ് വന്നിട്ടില്ല. വരാതിരുന്നാൽ മതി. കാരണം റേസ് ഷെയറിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടീനെ ശരിക്കും മിസ് ചെയ്യും. കാരണം ഇതിനിപ്പോൾ ഈ ഒരു റേറ്റ് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് ലേ ഓവർ ടൈമുണ്ട് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വരും. നമ്മൾ ഇതിനെ കൂടെ നമ്മുടെ എക്സിക്യൂട്ടീവിനുള്ള വർക്കാണ്. നമ്മുടെ ഇതൊരു WT4 ഓഫറാണ് നമ്മുടെ വണ്ടി. എന്നിട്ട് മഴ പെയ്യുന്നെങ്കിൽ നല്ല രസമായിരിക്കും. വെയിലടിച്ചിട്ടാണ് എനിക്കതിനെ വന്നിട്ടില്ല.
സൈഡിൽ ഓവറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പുറത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ. നമ്മുടെ വണ്ടി ഇതാ എടുക്കുവാണ് ഇവിടെ നിന്ന്. എന്താ ഒരു അല്ലേ, വീണ്ടും നമ്മളൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സീരീസ് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ നമ്മളൊരു യാത്രയൊക്കെ പോകട്ടോ. നമുക്കൊരു മുടക്കിട്ട് ചെയ്യുന്നുണ്ട്. സമ്പക്രാന്തി തൊട്ട് ബാക്കിൽ സമ്പക്രാന്തി ഉണ്ട്. സമ്പക്രാന്തി തൊട്ട് പിന്നിലുണ്ട് ഗൈസ്. ഇപ്പം മൺസൂൺ ഷെഡ്യൂളിലാണ് എല്ലാ വണ്ടികളും ഓടുന്നത്. മംഗളയും മൺസൂൺ ഷെഡ്യൂളിലാണ് ഓടുന്നത്. നേത്രാവതിയും മൺസൂൺ ഷെഡ്യൂളിലാണ് ഓടുന്നത്. അങ്ങനെ ഇപ്പം ഇതാ നമ്മുടെ വണ്ടി തൃശ്ശൂരിൽ നിന്ന് എടുത്തു. ഇതൊക്കെ തന്നെയായിരിക്കും കൂടുതൽ നമ്മൾ റിട്ടേൺ ജേണിയിൽ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും. തൃശ്ശൂർ തിരക്കും ഗൈസ്. ഇനി ഒരുപാട് വണ്ടികൾ വരാനുണ്ടല്ലോ. വടക്കാഞ്ചേരി സ്കിപ്പടിക്കുന്ന അപൂർവ ട്രെയിനുകളിലൊന്നും നമ്മുടെ പാലരുവി എക്സ്പ്രസ്. നമ്മളെപ്പോൾ പോകുമ്പോഴും മിക്ക വണ്ടികളും ഇവിടെ നിർത്താറുണ്ട്. നമ്മുടെ ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പുള്ള വണ്ടികളിൽ പാലരുവിക്ക് മാത്രം ഇവിടെ സ്റ്റോപ്പില്ല. എന്തായാലും അതൊരു വെറൈറ്റി അനുഭവമായിരിക്കും. നമ്മുടെ വണ്ടിയെ സ്കിപ്പടിച്ച് പോവുക. ജനശതാബ്ദി തൊട്ട് മുമ്പിലുണ്ടെങ്കിലും ബാക്കിലുണ്ടെങ്കിലും സീനാക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ പോവുകയാണെങ്കിൽ മിക്കവാറും ചെറിയ പാലിൻ്റെ റണ്ണ് കണ്ടില്ല എന്ന് പറയുന്നത്. നല്ല പടക്കലുണ്ട് പാല്. കണ്ടോ അണ്ടർസേർഡ് ബ്രസീലിൻ്റെ ജേഴ്സിയുടെ കളറല്ലേ നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് അണ്ടർസേർഡ് എന്നുള്ളത് വെറൈറ്റി അല്ലേ. പഠിച്ചു പോകുന്നുണ്ടോ ട്രെയിൻ ബോർഡ് കണ്ടോ വണ്ടിയുടെ.
ഏതോ ബ്രസീൽ ഫാൻ ചെയ്ത് പഠിക്കുന്നു. എന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. സ്വിച്ച് ചെയ്ത് കിടക്കുകയാണ്. നേരത്തെ നമ്മുടെ മംഗലാപുരം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് കടന്നുപോയി, എക്സിക്യൂട്ടീവും കടന്നുപോയി അതിന് തൊട്ട് മുന്നേ. അപ്പോൾ നമ്മളിതാ വടക്കാഞ്ചേരി കഴിഞ്ഞ് പഠിച്ചു പോവുകയാണ്. ഈ സമയത്തൊരു മഴ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. മഴ പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നത് യാത്ര ചെയ്യുന്നത്. ഇതൊക്കെ അന്ന് മിസ്സായി പോയ കാഴ്ചകളാണ്. ഭംഗി ഈ വണ്ടിക്ക് അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലമാണ്. തൃശ്ശൂരിൽ നിന്ന് വിട്ട് നേരെ ഒറ്റപ്പാലം നോക്കുന്ന വണ്ടിയാണ്. ഒരു ഭംഗിയില്ല. ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ലൊക്കേഷൻ. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് വടക്കാഞ്ചേരിയിൽ ഹോൾട്ടില്ല, അതുകൊണ്ട് ത്രൂ അടിച്ചു പോരാ. പാലക്കാട് നിന്ന് വിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് വിട്ടാൽ ത്രൂ ആണ് ത്രൂ. പക്ഷെ ഇവിടെ ഇപ്പോൾ സംശയം അതാണ്. ഇപ്പം എന്താ ഒരു ഭംഗി. ട്രാക്ക് പോയിരുത്തേക്ക് വന്നു. ഈ സമയത്തൊക്കെ ഒരു ട്രെയിൻ വരുവാണെങ്കിൽ അടിപൊളിയാണ്. പാലക്കാട് വന്നിട്ടൊരു ക്രോസിംഗ് കണ്ടില്ല. നമ്മൾ മിക്കവാറും ഏതോ വണ്ടിയാവോ അറിയില്ല. നമ്മുടെ ആംബസോഡ് കോച്ച് റോഡിലൊന്നും കാണുന്നില്ല. വണ്ടി അങ്ങനെ എന്താ, ഇതാണ് നമ്മുടെ പഴനിക്കൊക്കെ പോകുന്നത്. നമ്മുടെ പഴനി രാമേശ്വരം ഒക്കെ പോകുന്നത് ഈ റൂട്ടിലാണ്.
നമ്മുടെ അമൃത എക്സ്പ്രസ്സൊക്കെ പോകുന്ന ഈ റൂട്ടിലാണ്. ഇവിടെ നിന്ന് ലോക്കോ റിവേഴ്സ് അടിച്ചിട്ടാണ് പോവുക. അപ്പം നമുക്ക് ഈ ഒരു റൂട്ടും നമ്മളൊരു ദിവസം പോകണം നമുക്ക് അമൃത എക്സ്പ്രസ്സിൽ. അതിന് അതൊരു ഒത്തിരി നാളായിട്ട് എൻ്റെ ആഗ്രഹമാണ് പോകണം എന്നുള്ളത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട് കടവക്കൂർ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടും. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്, പാലക്കാടിൻ്റെ ലാൻഡ്മാർക്ക് പാലക്കാട് ജംഗ്ഷൻ. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ വണ്ടി ഇവിടെ കാണുമല്ലോ കേട്ടോ. ഇവനെ റിവേഴ്സ് അടിച്ചിട്ട് കൊണ്ടുപോകും. സക്സസ്ഫുള്ളി എൻജോയ്ഡ് പാലക്കാട്. അപ്പുറത്ത് നമ്മുടെ ധൻബാദ് ആലപ്പുഴ വന്നു കഴിഞ്ഞു. ഈ വണ്ടി ഇവിടുന്ന് 4 മണിക്ക് എടുക്കുകയുള്ളൂ നമ്മുടെ വണ്ടി. അതുവരെ ഈ വണ്ടി എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസിന് പോകും തോന്നുന്നു കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെയാണോ മെയിൻ്റനൻസ് ചെയ്യുന്നതെന്ന് അറിയില്ല. നോക്കാം നമുക്ക്. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ?